നമസ്കാരം ആർപി. നമസ്കാരം. അയോധ്യയ്ക്ക് ശേഷം സോമനാഥത്തിലേക്കാണ് എല്ലാവരുടെയും ശ്രദ്ധ പോകുന്നത്. എന്തായിരിക്കും അതിനൊരു കാരണം? അയോധ്യയ്ക്ക് ശേഷം എന്തുകൊണ്ട് സോമനാഥം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അയോധ്യ എന്തുകൊണ്ട്, അതുകൊണ്ട് തന്നെയാണ് സോമനാഥം എന്ന് പറയേണ്ടി വരും. എന്തുകൊണ്ടാണ് നമ്മൾ അയോധ്യ ക്ഷേത്രത്തെ ഇപ്പം ഭാരതത്തിലൊട്ടുക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 10,000 ക്ഷേത്രങ്ങളുടെ എങ്കിലും ലിസ്റ്റുണ്ട്. ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ട ഭരണാധികാരികളാൽ, ആക്രമണകാരികളാൽ തകർക്കപ്പെട്ട ഹിന്ദു ക്ഷേത്രങ്ങളുടെ ലിസ്റ്റുണ്ട്. അത് പലരും പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട്. പക്ഷേ എന്തുകൊണ്ട് അയോധ്യ? അയോധ്യയെ സംബന്ധിച്ചിടത്തോളം കാശി വിശ്വനാഥ ക്ഷേത്രം പോലെ തന്നെ ഹിന്ദുക്കൾക്ക് ഏറ്റവും പരിപാവനമായ, മധുര പോലെ പരിപാവനമായ ഒരു ക്ഷേത്രമാണ്, അല്ലെങ്കിൽ ഒരു പുണ്യകേന്ദ്രമാണ്. ആ ഒരു പുണ്യകേന്ദ്രം ആയതുകൊണ്ട് തന്നെയാണ് അയോധ്യയ്ക്ക് നേരെ ആക്രമണം നടന്നത്. ആ ഒരു പുണ്യകേന്ദ്രം ആയതുകൊണ്ട് തന്നെയാണ് മധുരയ്ക്ക് നേരെയും ആക്രമണം നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് മറ്റെല്ലാ ക്ഷേത്രങ്ങളും, ഈ പറയുന്ന മഹാക്ഷേത്രങ്ങളിലെല്ലാം, വാരണാസി, കാശി, നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ഇവിടെ എല്ലാം ഈ ആക്രമണം നടന്നത് എന്തുകൊണ്ടാണ്? ഇതേ കാരണം കൊണ്ടാണ്. ഒരു ജനതയുടെ ആത്മവിശ്വാസത്തെ, അവരുടെ ആധ്യാത്മിക ചൈതന്യത്തെ അടിച്ചമർത്തുക, ഇല്ലാതാക്കുക, അവരെ അടിമത്തത്തിലേക്ക് തള്ളിവിടുക. ഭൗതികമായ അടിമത്തം മാത്രമല്ല, മാനസികമായ അടിമത്തത്തിലേക്ക് അവരെ തള്ളിവിടുക. നിങ്ങൾ ഇൻഫീരിയർ ആണ് എന്നുള്ള തോന്നൽ അവരിൽ വരുത്തുക. നമ്മുടെ രാജ്യത്ത് ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദു ജനതയുടെ അവസ്ഥയാണിത്. ഇതേ കാരണം കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന വെസ്റ്റേൺ കോസ്റ്റിൽ, ഗുജറാത്തിൽ സോമനാഥ ക്ഷേത്രത്തിന് നേരെയും ആക്രമണം നടന്നിട്ടുള്ളത്. ജ്യോതിർലിംഗങ്ങളിൽ ഒന്നാണ്, മഹാക്ഷേത്രമാണ്, കടൽ തീരത്തുള്ള മനോഹരമായ ക്ഷേത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ക്ഷേത്രത്തിന് വലിയൊരു ആധ്യാത്മിക പ്രഭാവം ആ പ്രദേശത്ത് മാത്രമല്ല, ഇന്ത്യ ഒട്ടാകെ ഉണ്ടായിരുന്നു, ഇല്ലേ? ജ്യോതിർലിംഗങ്ങളെ സ്മരിക്കുമ്പോഴൊക്കെ സോമനാഥത്തെ സ്മരിച്ചുകൊണ്ടാണ് ഭാരതത്തിൽ എല്ലായിടത്തും ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ജനങ്ങൾ ഇത് ചെയ്തുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ക്ഷേത്രം തകർക്കുക എന്നുള്ളത് ഇവരുടെ ഒരു കൃത്യമായ അജണ്ടയായിരുന്നു. അത് ഹിന്ദുക്കുഷ് പർവ്വതനിര കടന്നു വന്ന ഈ ആക്രമണകാരികൾ അത് വെറുതെ ഒരു ക്ഷേത്രം കൊള്ളയടിക്കാൻ വേണ്ടി തകർത്തതല്ല. റൊമീല താപ്പറിനെ പോലെയുള്ളവർ പറഞ്ഞു വെക്കുന്നത് പോലെ അങ്ങനെയല്ല. അത് ആ ക്ഷേത്രം തകർത്ത് കൃത്യമായിട്ട് ഈ പറയുന്ന ഒരു ആത്മവിശ്വാസവും തകർത്ത് അടിമത്തത്തിലേക്ക് ഒരു ജനതയെ മുഴുവൻ തള്ളിവിടാനുള്ള കൃത്യമായ ശ്രമത്തിൻ്റെ ഭാഗമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ പുനരുദ്ധാരണത്തിന് ഇത്രയും പ്രാധാന്യമുള്ളതെന്ന് ഞാൻ പറയും. അത് അത്തരത്തിൽ ഈ ഒരു 1000 വർഷം തികയാണല്ലോ. അപ്പോൾ ഈ ക്ഷേത്രം കൊള്ളയടിക്കപ്പെട്ടിട്ട് 1000 വർഷം തികയാണ്. എത്രയധികം ആക്രമണങ്ങൾ, എങ്ങനെയായിരിക്കാം ഇത്തരത്തിലൊരു ആക്രമണത്തെ അതിജീവിച്ചുകൊണ്ട് നമുക്ക് നിലനിൽക്കാൻ സാധിക്കും? വലിയൊരു അത്ഭുതമാണ്. തീർച്ചയായിട്ടും ഇത്രയധികം ആക്രമണം നേരിട്ട മറ്റേതെങ്കിലും ഒരു ആരാധനാലയം ഉണ്ടാകും? തീർച്ചയായിട്ടും. ഇപ്പോൾ നമ്മൾ ഈ സമീപകാല ഹിസ്റ്ററി തന്നെ എടുത്തു കഴിഞ്ഞാൽ, കഴിഞ്ഞ 1500 വർഷത്തെ ഇസ്ലാമിക ഇൻവേഷൻ്റെ ഹിസ്റ്ററിയിൽ തന്നെ ഈ ക്രിസ്ത്യൻ രാജ്യങ്ങൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ലെബനൻ, ഈജിപ്റ്റ് ഉൾപ്പെടെയുള്ളത് ക്രിസ്ത്യൻ രാജ്യങ്ങളായിരുന്നു. ആ രാജ്യങ്ങളെ മുഴുവൻ ഇസ്ലാമികവൽക്കരിച്ചു. അവർക്കാർക്കും അവരുടെ സ്വന്തം സ്വത്വത്തിലേക്ക് തിരിച്ചു പോകാൻ സാധിച്ചിട്ടില്ല. അവർ ഇസ്ലാമികവൽക്കരിക്കപ്പെടുകയാണ് ചെയ്തത്. പക്ഷേ നമ്മുടെ രാജ്യത്ത് അത് നടന്നിട്ടില്ല. നമ്മുടെ രാജ്യത്ത് വളരെ നിശബ്ദമായി എല്ലാം സഹിച്ചുകൊണ്ട്, ആ സഹന ശക്തിയുടെ ഏറ്റവും വലിയ ഭാവത്തിൽ നമ്മൾ അത് സഹിക്കുകയും അതിനെ അതിജീവിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഓരോ പ്രാവശ്യവും ഈ ക്ഷേത്രം ഓരോ പ്രാവശ്യവും ഈ ക്ഷേത്രം തകർക്കപ്പെടും. ഗസ്നിയാണ് ആദ്യത്തെ ആക്രമണം. അതാണല്ലോ 1026 ജനുവരി 8-ാം തീയതിയാണ് എന്നാണ് പറയുന്നത്. ജനുവരി 8-ാം തീയതി നടന്ന ആക്രമണം. ആ ഗസ്നി, ആ മനുഷ്യൻ ശിവലിംഗം ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയി ഗസ്നിയിൽ അയാളുടെ കൊട്ടാരത്തിൽ ചവിട്ടുപടിയാക്കി എന്നാണ് അയാളുടെ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത് വെറും കൊള്ളയടി മാത്രമല്ല, അല്ലെങ്കിൽ വെറുതെ ഒരു ആക്രമണത്തിൻ്റെ ഭാഗമായിട്ട് തകർക്കപ്പെട്ടതല്ല. കൃത്യമായി മതബോധം കൊണ്ടും അന്യമത വിരോധം കൊണ്ടും തകർക്കപ്പെട്ടതാണ് സോമനാഥ ക്ഷേത്രം. പക്ഷേ ഇതങ്ങനെ വെറുതെ അങ്ങ് വന്ന് തകർത്തതും അല്ല. ഇപ്പോൾ ഗസ്നിയുടെ ആക്രമണത്തിൽ തന്നെ 50,000-ഓളം ആൾക്കാർ മരിച്ചു എന്ന് ഒരു കണക്ക് പറയുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ ക്ഷേത്രം എപ്പോഴൊക്കെ ആക്രമിക്കപ്പെട്ടോ അപ്പോഴൊക്കെ വലിയ തോതിലുള്ള പ്രതിരോധം തീർക്കാൻ തദ്ദേശീയരായ ജനങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. സൈനികരും ജനങ്ങളും സാധാരണക്കാരും അവിടുത്തെ ബ്രാഹ്മണരും മറ്റെല്ലാവരും ചേർന്ന് ഇതിനെ ഓരോ പ്രാവശ്യവും അതിനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു. ഈ പുതുക്കി നിർമ്മിക്കുമ്പം ആ ക്ഷേത്രം എങ്ങനെയായിരുന്നു ആദ്യം വരുന്നത് അതിനേക്കാൾ വലിയ രീതിയിലാണ് പിന്നീട് പുതുക്കി നിർമ്മിക്കുന്നത് തന്നെ. അപ്പോൾ ആ ഒരു രീതിയിൽ ഭാഷമാണ് അഭിപ്രായപ്പെട്ടത് മോസ്റ്റ് കണ്ടിന്യൂസ് കൾച്ചർ ഇൻ ദ വേൾഡ്, ലോകത്തിലെ ഏറ്റവും തുടർച്ചയായിട്ട് വന്നിരുന്ന മറ്റേത് എല്ലാ സംസ്കാരത്തെക്കാളും ആ
ഒരു രീതിയിൽ ആ ഒരു പ്രഭാവത്തോടു കൂടി തൊട്ടടുത്ത വരുന്ന ഭരണാധികാരികളെല്ലാം തന്നെ അത് പുതുക്കി നിർമ്മിക്കുവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഭരണാധികാരികളെല്ലാം ഇല്ല, നമ്മളുടെ സ്വാതന്ത്ര്യം കിട്ടിയിട്ടുള്ള ആദ്യത്തെ ഭരണാധികാരിക്ക് ഇതിനകത്ത് യാതൊരു താല്പര്യമില്ലായിരുന്നു. അത് ചർച്ച ചെയ്യണം. പക്ഷെ ഓരോരുത്തരും, ഇപ്പോൾ താങ്കൾ പറഞ്ഞത് വളരെ കറക്റ്റാണ്, ഓരോരുത്തരും അത് പുനർനിർമ്മിക്കപ്പെടുന്നത് വീണ്ടും തകർക്കപ്പെടും. അങ്ങനെ ഒരു വലിയ പ്രത്യേകതയുള്ള എന്താ പറയുക, ഒരു ചരിത്രമാണ് സോമനാഥ ക്ഷേത്രത്തിനുള്ള. 1000 വർഷങ്ങളുടെ തകർക്കലുകളുടെയും പുനർനിർമ്മാണത്തിൻ്റെയും അതായത് ഒരിക്കൽ ഇല്ലാതാക്കുന്നു, വീണ്ടും ഫീനിക്സ് പക്ഷിയെ പോലെ വീണ്ടും ഉയർന്നു വരുന്നു, വീണ്ടും തകർക്കുന്നു, വീണ്ടും ഉയർന്നു വരുന്നു. ഇങ്ങനെ ഒരു ക്ഷേത്രമല്ല, ഇങ്ങനെ ഒരു ആധ്യാത്മിക കേന്ദ്രം ലോകത്ത് തന്നെ ഉണ്ടോ എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തകർന്നു കിടക്കുമ്പോൾ, ഇപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ഇത് തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ് ഇല്ലേ? ഏറ്റവും ലാസ്റ്റിൽ ആക്രമണത്തിന് ശേഷം അത് തകർന്നു കിടക്കുകയാണ്. ആ തകർന്നു കിടക്കുന്ന ക്ഷേത്രത്തെക്കുറിച്ച് സർദാർ KM മുൻഷി, ഇപ്പോൾ താങ്കൾക്കും അറിയാമല്ലോ, നെഹ്റു, ഗാന്ധി ഉൾപ്പെടെയുള്ളവർ ഇതിൻ്റെ പുനർനിർമ്മാണത്തിന് എതിരായിരുന്നു അല്ലേ? അന്ന് സർദാർ KM മുൻഷി എഴുതിയ ഒരു വാചകമുണ്ട്, അത് ഞാനൊന്ന് വായിക്കാം മലയാളത്തിൽ. അശുദ്ധമാക്കപ്പെട്ട് നശിപ്പിക്കപ്പെട്ട് അത് പിന്നെയും നിലനിന്നു. അവമതിയുടെയും കൃതജ്ഞതയുടെയും പര്യായമായി, സ്മാരകമായി തകർന്ന തൂണുകളും പരന്നു കിടക്കുന്ന കല്ലുകളും പകർന്നു കിടക്കുന്ന കല്ലുകൾക്കും ഇടയിൽ നടക്കുമ്പോൾ, ഒരു കാലത്ത് ചൈതന്യം വഴിഞ്ഞൊഴുകിയിരുന്ന മണ്ഡപത്തിലൂടെ നടക്കുമ്പോൾ തോന്നിയ എരിയുന്ന അപമാനഭാരം വിവരിക്കുക ദുസ്സഹമാണ്. സർദാർ KM മുൻഷി 1922 എഴുതിയതാണ്. ഇതിന് ആധാരമായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 25/1/1986 മാതൃഭൂമി ആഴ്ചപ്പതിപ്പാണ്. ശരിക്കും സ്വാഭിമാനത്തിൻ്റെ സ്വാഭിമാനത്തെ എക്സാക്ട്ലി. അതുകൊണ്ട് തന്നെ ഈ തകർന്നു കിടക്കുന്ന ക്ഷേത്രം അപമാനത്തിൻ്റെ, ഒരു രാജ്യത്തിൻ്റെ, ആ രാജ്യത്തെ അടിസ്ഥാന ജനതയുടെ അപമാനത്തിൻ്റെ ചിഹ്നമാണെങ്കിൽ അതിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്നത് ആ രാജ്യത്തിൻ്റെ അഭിമാനബോധത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പാണ്. ശരിക്കും ഈ അഭിമാനബോധത്തിൻ്റെ അഭാവമായിരിക്കും അല്ലേ സാർ? അഭാവം എന്ന് പറയാൻ പറ്റില്ല. ഇത് വളരെ കൃത്യമായി നമ്മളുടെ ചരിത്രകാരന്മാരും നമ്മളുടെ കമ്മ്യൂണിസ്റ്റ് പണ്ഡിതന്മാരും ഒക്കെ വളരെ കൃത്യമായി ഡിസൈൻ ചെയ്ത ഒരു പദ്ധതിയുണ്ട് ഇതിൻ്റെ പിന്നിൽ. ഇപ്പോൾ വെളിയിൽ നിന്ന് വന്ന, അല്ലെങ്കിൽ രാജ്യത്തിനുള്ളിൽ തന്നെ ഭരിച്ച അലാവുദ്ദീൻ ഖിൽജിയും ഇത് തകർത്ത ഒരാളാണ്. അയാൾ രാജ്യത്തിനുള്ളിൽ നിന്ന്, ദില്ലിയിൽ നിന്നാണ്, അല്ലാതെ അഫ്ഗാനിസ്ഥാനിൽ നിന്നൊന്നും വന്ന ആൾ. അപ്പോൾ ഈ മനുഷ്യൻ ഉൾപ്പെടെ ഈ ക്ഷേത്രം തകർത്തിട്ടുണ്ട്. അവർക്കിത് ആക്രമിക്കുക, അന്യമത വിരോധം, മറ്റൊരു മതത്തിൻ്റെ, അത് ക്രിസ്ത്യൻ പള്ളിയായാലും ഹിന്ദു ക്ഷേത്രമായാലും നിലനിൽക്കാൻ പാടില്ല എന്നുള്ള അവരുടെ ഇതിലുള്ളതാണ്. അതുകൊണ്ടാണ് അവരെ ആക്രമിച്ചത്. പക്ഷേ റൊമീള താപ്പറിനെ പോലെ, DC കൊസാംബിയെ പോലെയുള്ള ചരിത്രകാരന്മാർ അവർ വളരെ കൃത്യമായിട്ട് നമ്മുടെ ഉള്ളിൽ നമുക്ക് ഭൗതികമായ അടിമത്തം മാത്രം അല്ല, നമ്മൾക്ക് ആധ്യാത്മികമായ, അതായത് സ്പിരിച്വലായ അടിമത്തവും നമ്മൾക്ക് മാനസികമായ പൂർണ്ണ അടിമത്തവും, പൂർണ്ണമായിട്ട് നമ്മുടെ സംസ്കാരത്തോടും നമ്മുടെ രാജ്യത്തോടും നമ്മുടെ ചരിത്രത്തോടും നമുക്ക് പൂർണ്ണമായ ഒരു പുച്ഛം അല്ലെങ്കിൽ ഒരു വിലയില്ലായ്മ ഉണ്ടാകണം എന്നുള്ള കൃത്യമായ ബോധത്തോടു കൂടി ഇവർ ഡിസൈൻ ചെയ്ത ചരിത്രമാണ് നമ്മൾ പഠിച്ചത്. നെഹ്റു ഒക്കെ ഈ ചരിത്രത്തിൻ്റെ കൃത്യമായ പ്രതിപുരുഷന്മാരായിരുന്നു. അതുകൊണ്ടാണ് ഗാന്ധി ഇതിനെ എതിർത്താണ്. സർദാർ KM മുൻഷി ഈ കാര്യം പറഞ്ഞപ്പോൾ ഗാന്ധിയും എതിർത്താണ്, നെഹ്റുവും എതിർത്താണ്. നമ്മുടെ പ്രഥമ രാഷ്ട്രപതിയായിരുന്ന രാജേന്ദ്ര പ്രസാദ്, അദ്ദേഹം 1951 ഇതിൻ്റെ ഇനോഗ്രേഷന് വേണ്ടി, ക്ഷേത്രത്തിന് തുറന്നു കൊടുക്കുന്ന പരിപാടിക്ക് വേണ്ടി വരണമെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ, അദ്ദേഹം അതിൻ്റെ ഭരണപരമായ അദ്ദേഹത്തിൻ്റെ ഒരു കടമ എന്ന നിലയിലാണ് അദ്ദേഹം പ്രധാനമന്ത്രി നെഹ്റുവിനെ ഇത് അറിയിക്കുന്നത്. അന്ന് നെഹ്റു തിരിച്ച് കത്തെഴുതിയിട്ടുണ്ട്, താങ്കൾ പോകാൻ പാടില്ല എന്ന്. അതോടൊപ്പം തന്നെ ക്ഷേത്രം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് സമാഹരണത്തിന് വേണ്ടി സർദാർ പട്ടേലിനെ സമീപിക്കുമ്പോഴും നെഹ്റു വളരെ അതെ അത് ഇവരുടെ ഒരു കൃത്യമായ ബോധമാണെന്നേ. ഇപ്പം നമ്മൾ ഇവിടെ വിവേകാനന്ദ പാറയിൽ വിവേകാനന്ദ സ്മാരകം ഉണ്ടാക്കി, അതും സംഘം മുന്നിട്ട് ഇറങ്ങിയ അല്ലെങ്കിൽ അത് കയ്യിൽ നിന്ന് പോകേണ്ടതാണ്. അന്ന് EMS നമ്പൂതിരിപ്പാടിനെ ഏകനാഥ റാനഡേജി കാണാൻ ചെന്നപ്പോൾ EMS നമ്പൂതിരിപ്പാടിൻ്റെ വളരെ തണുത്ത പ്രതികരണമാണെന്ന് അദ്ദേഹം തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവർക്കെല്ലാം കോമൺ ആയിട്ടുള്ളതാണെന്നേ.
ഇന്ത്യയുടെ സംസ്കൃതിയോടെ പുറംതിരിഞ്ഞ് നിൽക്കുക എന്നുള്ളത് ഇവർക്ക് കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഗാന്ധി ഇത് ഓപ്പണായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടോ? അതായത് സോമനാഥ ക്ഷേത്രം നിർമ്മിക്കുന്നതിന് ഞാൻ നേരത്തെ വായിച്ച ഈ സർദാർ KM കേട്ടിട്ടുള്ളൊരു കാര്യമുണ്ട്, ഈ 40കൾക്ക് ശേഷം ഗാന്ധിയുടെ പല തീരുമാനങ്ങളെ നെഹ്റു മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു. ആകാം. എന്തായാലും ഗാന്ധി ഇതിന് അനുകൂലമായിരുന്നില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. 1951 ആകുമ്പോഴത്തേക്ക് അദ്ദേഹം ചിത്രത്തിലില്ലല്ലോ. പക്ഷേ അദ്ദേഹം ഇതിനോട് അനുകൂലമായിരുന്നില്ല. ഈ സാമ്പത്തികം നെഹ്റു കൊടുക്കുന്നതിനോ അല്ലെങ്കിൽ ഗവൺമെൻറ് സഹായം കിട്ടുന്നതിനോ. KM മുൻഷി തന്നെ 50 ലക്ഷം രൂപ അദ്ദേഹം സമാഹരിച്ചതുകൊണ്ടാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. അദ്ദേഹം സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ഒരു വലിയ പിന്തുണ KM മുൻഷിക്ക് ഉണ്ടായിരുന്നു. സർദാർ പട്ടേല്, KM മുൻഷി, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഈ 3 ദേശീയ നേതാക്കന്മാർ ഇതിനു വേണ്ടി കൃത്യമായി നിന്നിരുന്നു. പക്ഷേ മറുവശത്ത് മറ്റുള്ളവർ ഇതിനെ എതിർക്കുകയും ചെയ്തിരുന്നു. രേഖകളുണ്ടല്ലോ. അതെ, തീർച്ചയായും. അപ്പോൾ അത്തരത്തിലൊരു സ്വാഭിമാനത്തിൻ്റെ കുറവാണോ ഇവർക്ക്, അതോ മറ്റു സംസ്കാരത്തിനേക്കാൾ താഴെയെന്ന് ആർപ്പി നേരത്തെ സൂചിപ്പിച്ചതുപോലെ? എനിക്ക് തോന്നുന്നത് സ്വാഭിമാനത്തിൻ്റെ കുറവും മറ്റ് സംസ്കാരങ്ങളെക്കാൾ ഇൻഫീരിയർ ആണെന്നുള്ള ഒരു സ്വയം അപകർഷതാബോധവും ഒക്കെ ഇവർക്കുണ്ടാകും. ആ അപകർഷതാബോധം ഇവരിലുണ്ടാക്കിയത് ആ വിദ്യാഭ്യാസ പദ്ധതിയും ആ ചരിത്ര നിർമ്മിതിയുമാണ്. അതിനെ തച്ച് തകർക്കുകയാണ്. ഇത് വെറുതെ അല്ലല്ലോ. ഇപ്പം അയോധ്യ എടുത്തു കഴിഞ്ഞാൽ വോട്ടിന് വേണ്ടിയിട്ടാണ് അതൊരു രാഷ്ട്രീയ പ്രശ്നം കൂടിയായിട്ട് മാറിയായിരുന്നു. 400 വർഷത്തെ സമരമുണ്ട് അയോധ്യയ്ക്ക് വേണ്ടിയിട്ട്. 400 വർഷത്തെ സമരമുണ്ട്, ജനങ്ങളുടെ മുന്നേറ്റമുണ്ട്. അതിൻ്റെ ഏറ്റവും അവസാന ഭാഗം മാത്രം കാണാൻ ഭാഗ്യം സിദ്ധിച്ച ആൾക്കാരാണ് നമ്മൾ, എൻ്റെയും നിങ്ങളുടെയൊക്കെ തലമുറകൾ. പക്ഷേ ഇതിന് 400 വർഷത്തെ ഒരു ചരിത്രമുണ്ട്. പക്ഷേ ഈ അവസാന ഭാഗത്തെ ഇതിൽ രാഷ്ട്രീയം കൂടി കടർന്നു വന്നിട്ടുണ്ട്, ഇല്ലേ? ഇപ്പോൾ പ്രത്യേകിച്ച് ബാബറി മസ്ജിദ് എന്ന് പറയുന്ന തർക്കമന്ദിരം വീണതോടുകൂടി അത് വലിയൊരു രാഷ്ട്രീയ പ്രശ്നമായി. പക്ഷേ അതുകൊണ്ട് BJPക്ക് രാഷ്ട്രീയ നേട്ടം BJP കൊയ്തു എന്ന് ശത്രുക്കൾ പറയുകയും ചെയ്യും. പക്ഷേ ഇവിടെ സോമനാഥ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ യാതൊരു ഘടകവും ഇല്ല. അങ്ങനെ ഇതൊരു പ്യുവറായിട്ട് നമ്മൾക്ക് വളരെ പ്രതീകാത്മകമായി നമ്മളുടെ സ്വാഭിമാനം വീണ്ടെടുക്കുന്ന മോദി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കൊളോണിയൽ സംസ്കാരത്തിൻ്റെ അതിൻ്റെ ആധിപത്യത്തിൻ്റെ എല്ലാ ചിഹ്നങ്ങളെയും തുടച്ച് നീക്കണം എന്നുള്ളത് എനിക്ക് തോന്നുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തന്നെ ഒരു റിസോൾവ് ആണ്. അദ്ദേഹത്തിൻ്റെ സ്വത്വം തിരിച്ചറിയാത്തൊരു ജനതയ്ക്ക് എങ്ങനെയാണ് പുരോഗതിയിലേക്ക്? തീർച്ചയായിട്ടും അതിനുള്ള മാറ്റങ്ങളാണല്ലോ ഈ രാജ്യത്തെമ്പാടും നടക്കുന്നത്. നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതിയിലും നമ്മളുടെ ഈ പറയുന്ന ഏടാകൂടം ഉണ്ടാക്കി വെച്ച ചരിത്രത്തെ തമസ്കരിച്ചുകൊണ്ട് അതിനെ ഉടച്ചു വാർക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഇത്രയും ഭയപ്പെടുന്നത്. ഈ നാട്ടിലെ ഇടത് ലിബറൽ എന്നൊക്കെ പറയുന്ന കൂട്ടം ഇതിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ. ഈ സംസ്കാരം എന്നല്ല, അവർ ഇത്രയും വർഷം കൊണ്ടുവന്ന ആ അജണ്ട ഇല്ലാതാകുന്ന കാഴ്ചയാണ് അവർ കാണുന്നത്. ഒരു വശത്ത് പ്രധാനമന്ത്രി രാഷ്ട്രപതി ഈ സോമനാഥ ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിന് പോകുന്നതിനെ എതിർത്ത് കത്തെഴുതിയ അതേ രാജ്യത്ത് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ആ രാജ്യത്തിൻ്റെ അതേ സ്ഥാനത്തിരിക്കുന്ന പ്രധാനമന്ത്രി അവിടെ ചെന്ന് ആ ചടങ്ങുകൾക്ക് നേതൃത്വം കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു പ്രായശ്ചിത്തം മാത്രമല്ല, ഈ രാജ്യം എങ്ങനെ മാറി, എങ്ങനെ ഈ ഒരു വശത്ത് വലിയ തോതിൽ വികസനം നടക്കുന്നു, മറുവശത്ത് നമ്മളുടെ സ്വത്വത്തെ തിരിച്ചു പിടിക്കാനുള്ള വലിയ ശ്രമങ്ങൾ നടക്കുന്നു. ആധുനിക ഭാരതം കെട്ടിപ്പടുക്കുന്നുണ്ട്, ഒപ്പം ഒരു പഴമയുടെ പ്രൗഢി അല്ലെങ്കിൽ പഴമയുടെ ചരിത്രം ചേർത്ത് നിർത്താനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. അതൊരു ചെറിയ കാര്യമാണ്. തീർച്ചയായിട്ടും. കാരണം ഇതെല്ലാം മോഡേൺ അല്ല, ഇതെല്ലാം അപരിഷ്കൃതമാണെന്ന് പറഞ്ഞ് നടന്നിരുന്ന അതിൽ നിന്നും മാറി ഇപ്പോൾ അങ്ങനെയല്ല ഹരി. ഇപ്പോൾ തീർച്ചയായിട്ടും അതിലൊക്കെ വലിയ മാറ്റം വന്നിട്ടുണ്ട്. അത് സമൂഹത്തിൽ മുഴുവൻ വലിയ മാറ്റം വന്നിട്ടുണ്ട്. സോമനാഥ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണം അല്ലെങ്കിൽ സോമനാഥ ക്ഷേത്രത്തിൽ 1000 വർഷങ്ങളുടെ ഈ ഒരു വലിയ ചെറുത്തുനിൽപ്പിൻ്റെ ആ ചരിത്രത്തെ നമ്മൾ ഒന്നുകൂടെ ഓർക്കുമ്പോൾ അത് തീർച്ചയായിട്ടും ഒരു ജനതയുടെ അഭിമാനത്തിൻ്റെ തിരിച്ചുപിടിക്കൽ കൂടിയാണ്. തീർച്ചയായും. നമസ്കാരം.